സിനിമയിൽ റോൾ തരുമൊന്നും ചോദിച്ചു കാവ്യ. ചിത്രത്തിൽ മീര ജാസ്മിൻ റസിയ ആയിട്ട് വേഷമിടും എന്നറിഞ്ഞപ്പോൾ ഗംഗയായി എത്തിയ കാവ്യ മാധവൻ അനുഭവിച്ച അരക്ഷിതാവസ്ഥയെക്കുറിച്ചാണ് കമൽ വെളിപ്പെടുത്തിയത്. ആ സമയത്ത് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് മീരയ്ക്ക് ലഭിച്ചിരുന്നു. അതിനാൽ മീരയ്ക്ക് ആയിരിക്കുമോ തനിക്കായിരിക്കുമോ പ്രാധാന്യമെന്ന് കാവ്യ ഭയന്നിരുന്നുവെന്നുമാണ് കമൽ പറഞ്ഞത്. വിഷയം അനാവശ്യമായി പെരുപ്പിച്ചു കാണിക്കുന്നു മന്ത്രി വി അബ്ദുറഹിമാൻ. മെസ്സി വിവാദത്തിൽ പ്രതികരിച്ച് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. കരാർ ഒപ്പിട്ടത് സ്പോൺസർമാരാണെന്ന് മന്ത്രി പറഞ്ഞു. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായാണ് കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. അവർ തമ്മിലാണ് കരാറെന്ന് മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിനെ കുളമാക്കിയ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ആരോഗ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികത നഷ്ടപ്പെട്ടുവെന്നും ആരോഗ്യവകുപ്പിനെ മന്ത്രി കുളമാക്കിയെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. സിപിഐഎം നേതാവ് ജ്യോത്സനെ കണ്ടുവെന്ന് വിമർശനത്തിൽ പ്രതികരണവുമായി സിപിഐഎം നേതാവ് എ കെ ബാലൻ. ജ്യോത്സനെ കണ്ടാൽ എന്താണ് പ്രശ്നമെന്ന് എ കെ ബാലൻ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി നേതാക്കൾ എല്ലാവരെയും കാണും. രാശി നോക്കാനല്ല ജ്യോത്സനെ കണ്ടത്. ജ്യോത്സന്മാരും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണെന്നും എ കെ ബാലൻ പറഞ്ഞു. സംസ്ഥാനത്ത് സുരക്ഷാ മിത്രം പദ്ധതിക്ക് തുടക്കം കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വീട്ടിലും സ്കൂളിലും കുട്ടികൾ നേരിടുന്ന അതിക്രമം ഒഴിവാക്കാനാണ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയത്. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും തടയാനുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി. 344 പാർട്ടികളെ ഒഴിവാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അംഗീകാരമില്ലാതെ രജിസ്റ്റർ ചെയ്ത 344 പാർട്ടികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിലെ 6 പാർട്ടികളുടെ രജിസ്ട്രേഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയതിൽ ഉൾപ്പെടുന്നു. RSPN, DP, സെക്കുലാർ എന്നിവയുടെ രജിസ്ട്രേഷനും റദ്ദാക്കി. രാജ്യത്ത് 6 ദേശീയ പാർട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. BJP, കോൺഗ്രസ്, CPM, BSP, AAP, NPP എന്നിവയാണ് ദേശീയ കക്ഷികൾ. ഈ മാസം വരാനിരിക്കുന്നത് നിരവധി യാത്രകൾ. പൈതൽമല, ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം, പാലക്കയം തട്ട് എന്നിവിടങ്ങളാണ് സന്ദർശിക്കുന്നത്. ഒരാൾക്ക് 730 രൂപയാണ് ചാർജ്. ഓഗസ്റ്റ് 24-നും സമാനമായ രീതിയിൽ പൈതൽമല യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 10-ന് കോഴിക്കോട് അപ്പോയിൽ നിന്ന് മൈസൂർ യാത്രയുമുണ്ട്. പുലർച്ചെ യാത്ര പുറപ്പെടും. ഏകദിന ഉല്ലാസയാത്രയ്ക്ക് ഒരാൾക്ക് 1080 രൂപയാണ് ചാർജ്. ബസ് ചാർജ് മാത്രമാണ് ഈടാക്കുന്നത്. ഓഗസ്റ്റ് 28-നും മൈസൂർ യാത്രയുണ്ട്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 മണിക്കൂറിൽ 64 മീറ്റർ എം മുതൽ 115 മീറ്റർ എം വരെ മഴ ലഭിക്കുമെന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.